ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹൻ്റെ സൈറ്റ് വഴി ഓൾറെഡി അടച്ചിട്ടുള്ള വണ്ടിയുടെ ടാക്സ് റെസിപ്റ്റ് എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാമെന്നുള്ളതും അതുപോലെ ടാക്സ് ലൈസൻസ് എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാമെന്നുള്ളതുമാണ്. സൈറ്റ് വഴി വിവരങ്ങൾ ചെക്ക് ചെയ്യാനായി ഡോക്യുമെൻ്റായിട്ട് അപേക്ഷകൻ്റെ RC ബുക്കാണ് വേണ്ടിവരുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം. ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വെഹിക്കിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് പരിവാഹൻ എന്നുള്ള ഈ ഒരു സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. വന്നിരിക്കുന്ന ഹോം പേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അടുത്തതായിട്ട് വരുന്ന പേജിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ കേരള എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. അടുത്തതായിട്ട് വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ അതോറിറ്റി എന്നീ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപേക്ഷകൻ്റെ വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാനാണ് എങ്കിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനും, അതല്ല RTO കൊടുത്താണ് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രജിസ്റ്ററിംഗ് അതോറിറ്റി എന്ന് കൊടുത്തതിന് ശേഷം RTO ഓഫീസും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം അപേക്ഷകൻ്റെ വണ്ടിയുടെ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴെയായിട്ടുള്ള I accept എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു അലേർട്ട് മെസ്സേജ് വരുന്നതാണ്. അലേർട്ട് മെസ്സേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പ്രൊസീഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വെഹിക്കിളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ വിവരങ്ങളാണ് സൈറ്റിൽ വരുന്നത്. സൈറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ റീപ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ടാണ് ഓൾറെഡി ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ റെസിപ്റ്റ് അഥവാ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുക. ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തും പ്രിൻ്റ് ഔട്ട് ലഭിക്കാതിരുന്നാൽ ഈ ഒരു സ്റ്റാറ്റസ് ഓപ്ഷനിലെ റീപ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ വൈസ്, റെസിപ്റ്റ് വൈസ്, ട്രാൻസാക്ഷൻ വൈസ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ വൈസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിവിടെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനും ടാക്സ് ആണെങ്കിൽ ടാക്സ് എന്നുള്ള ഓപ്ഷനും ചൂസ് ചെയ്യാം. ഞാനിവിടെ ടാക്സിൻ്റെ റെസിപ്റ്റാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ടാക്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട്. സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ ഓപ്ഷൻ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ അപേക്ഷകൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതുപോലെ ചേസസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൂടി ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഓൾറെഡി അടച്ചു കൊടുത്തിട്ടുള്ള വണ്ടിയുടെ ടാക്സ് പ്രിൻ്റ് ഔട്ട് വീണ്ടും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് ആപ്ലിക്കേഷൻ/റെസിപ്റ്റ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന റെസിപ്റ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു റെസിപ്റ്റ് നമ്പർ കൊടുത്തിട്ടാണ് നമുക്ക് ടാക്സ് ലൈസൻസ് സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നത്. പേജിൻ്റെ മുകളിലായിട്ടുള്ള ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഹോം പേജിലേക്കാണ് വീണ്ടും കൺവേർട്ട് ആയിട്ട് വരുന്നത്. വീണ്ടും ഒന്നും കൂടി വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പേജിൻ്റെ താഴെ ഭാഗത്തായിട്ടുള്ള ഡിക്ലറേഷനും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന അലേർട്ട് മെസ്സേജിലും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂവേഷൻ ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഏറ്റവും മുകളിലായിട്ട് ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷനിൽ പ്രിൻ്റ് ടാക്സ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ടാക്സ് ലൈസൻസ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന പേജിൽ വീണ്ടും വണ്ടിയുടെ നമ്പർ ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്യുക. റെസിപ്റ്റ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ടാക്സ് അടച്ച റെസിപ്റ്റിൽ വന്നിരിക്കുന്ന റെസിപ്റ്റ് നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. നമ്പർ കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ടാക്സ് ലൈസൻസ് ആണ്. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. നിലവിൽ പരിവാഹൻ്റെ സൈറ്റ് വഴി ഓൾറെഡി ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ഇതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓപ്ഷനിൽ റീപ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.